ഹരിതം ടി.വി ചാനലിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് വിചിന്തനം ചെയ്യുന്നത് 2025 ആഗസ്റ്റ് മാസം 1-ാം തീയതി മുതൽ 31-ാം തീയതി വരെയുള്ള ഒരു മാസത്തെ ഫലമാണ് പറയുന്നത്. അത് ധനു രാശിക്കാരായിരിക്കുന്ന മൂലം, പൂരാടം, ഉത്രാടത്തിന്റെ ആദ്യത്തെ പാദമടങ്ങുന്ന നക്ഷത്രക്കാരുടെ ഫലമാണ് പറയുന്നത്. ഇവർക്ക് വന്നു ചേരാവുന്ന ഉയർച്ചകൾ, ഭാഗ്യാവസ്ഥകൾ, ദൈവാധീനങ്ങൾ, അതുപോലെ തന്നെയാണല്ലോ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്, മറ്റ് കുഴപ്പങ്ങളിലൊന്നും ചെന്ന് ചാടാതിരിക്കുവാൻ. ഞാൻ ഹരികുമാർ, ദേവി ജ്യോതിഷാലയം, കാവുംപടി, മണർകാട്, കോട്ടയം. ഈ ചാനൽ പേരും നക്ഷത്രവും ചേർത്ത് കമന്റ് ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുന്നവർക്കും വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുന്ന, അതുപോലെ തന്നെ ജ്യോതിഷ കാര്യങ്ങൾക്ക് നേരിട്ട് വരികയോ ഫോൺ വിളിച്ച് ചോദിക്കുന്നതിനും അവസരമുണ്ടായിരിക്കുന്നതാണ്. അതായത് പൊരുത്തം നോക്കുന്നതിനായാലും, മറ്റ് ജോലി തടസ്സമോ വിവാഹ തടസ്സമോ മറ്റ് ഏതൊരു കാര്യത്തിനായാലും. ധനു രാശിക്കാരെ സംബന്ധിക്കുന്നിടത്തോളം സർവേശ്വരകാരകനായിരിക്കുന്ന വ്യാഴത്തിന്റെ അനുഗ്രഹമുള്ള ഒരു മാസമാണ്. രാശ്യാധിപൻ കൂടിയായിരിക്കുന്ന വ്യാഴം, സുഖസ്ഥാനത്തിന്റെ അധിപൻ കൂടിയായിരിക്കുന്ന ആ വ്യാഴം നിവൃത്തിസ്ഥാനത്ത് നിൽക്കുമ്പോൾ 11-ാം ഭാവം, അത് ഉപജയസ്ഥാനമാണല്ലോ. ഉപജയസ്ഥാനത്തിന്റെ ആധിപത്യം കൂടിയുള്ള ആ ശുക്രനും നിവൃത്തിസ്ഥാനത്ത് വന്നിരിക്കുന്നു, വ്യാഴത്തിനോട് യോഗം ചെയ്തു. അപ്പോൾ 5-ാം ഭാവാധിപത്യം കൊണ്ട് ഭാഗ്യഭാവാധിപനായ ചൊവ്വ തൊഴിൽ സ്ഥാനത്തും വന്നിരിക്കുന്നു. അങ്ങനെ നോക്കുമ്പോൾ പല വിധത്തിലുള്ള നേട്ടങ്ങൾ വന്നു ചേരുന്ന ഒരു മാസമാണ്. ആരോഗ്യം പൊതുവെ തൃപ്തികരമായിരിക്കും. ശ്രേയസ്സും യശസ്സും വന്നു ചേരും. കലാകാരന്മാരായിരിക്കുന്നവർക്കും അതുപോലെ തന്നെ കലാരംഗവുമായി പഠിക്കുന്നവർക്കും ഒക്കെ നല്ല വിജയങ്ങൾ വന്നു ചേരും. വിദ്യാർത്ഥികളായിരിക്കുന്നവർക്ക് വിജയങ്ങൾ വന്നു ചേരും. ഇന്റർവ്യൂവിലൊക്കെ പങ്കെടുക്കുന്നവർക്ക് നല്ല സ്കോർ ചെയ്യാനൊക്കെ സാധിക്കും. വളരെ ശ്രദ്ധ അനിവാര്യമാണ് താനും. അലസത വിട്ട് പഠനത്തിൽ ശ്രദ്ധിക്കേണ്ടതാണ്. സുഹൃത്തുക്കൾ മുഖാന്തരമോ സഹോദരസ്ഥാനീയർ മുഖാന്തരമോ നഷ്ടങ്ങൾക്കോ കഷ്ടതകൾക്കോ ഒക്കെ സൂചനയുണ്ട്. അധിക സാഹസികത പാടില്ല. ദേഷ്യമൊക്കെ ഒഴിവാക്കേണ്ടതാണ്. വാദസംബന്ധമായിട്ട് തണുപ്പൊക്കെ അധികം ഏൽക്കാതെ ശ്രദ്ധിക്കണം. ഭക്ഷണ കാര്യങ്ങളിലും ആ വക കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതാണ്. അത് കണ്ടകശനിയൊക്കെ ഉള്ള സമയവും കൂടി ആണല്ലോ. തൊഴിൽ രംഗത്ത് അപ്രതീക്ഷിതമായ നേട്ടങ്ങൾ വന്നു ചേരും. അത് സ്ഥാനഭ്രംശ സ്ഥാനാധിപത്യം കൂടി ഈ ധനു രാശിക്കാർക്ക് ചൊവ്വയെ കൊണ്ടുള്ളതിനാൽ ആ ചൊവ്വ ആ തൊഴിൽ സ്ഥാനത്ത് നിൽക്കുന്ന ഈ സമയം, ഈ മാസം സ്വന്തം നാട് വിട്ട് ജോലി ചെയ്യുന്നവർക്കും ജോലിക്ക് പോയിരിക്കുന്നവർക്കും പോകുവാൻ ആഗ്രഹിക്കുന്നവർക്കും ഒക്കെ വളരെ അനുകൂലമായിരിക്കുന്ന ഒരു സമയമാണ്. അതുപോലെ തന്നെയാണ് 4-ാമിടത്തേക്ക് ഭൂമി കാരകനായിരിക്കുന്ന ചൊവ്വ ദൃഷ്ടി ചെയ്യുന്ന ഈ മാസം ഭൂമി വാങ്ങണമെന്നോ വാഹനം വാങ്ങണമെന്നോ ഒക്കെ ആഗ്രഹിച്ച് അതിനുവേണ്ടി ശ്രമിക്കുന്നവർക്ക് ആ കാര്യം സാധിക്കും. പുതിയ ഒരു ജോലിയിൽ പ്രവേശിക്കുന്നതിന് യോഗമുണ്ട്. അത് പാരമ്പര്യമായിട്ട്, അതായത് സ്വന്തം കുടുംബത്തിൽ നിന്നായാലും ജീവിത പങ്കാളിയുടെ കുടുംബത്തിൽ നിന്നായാലും ഒരു സമ്പത്ത് വന്നു ചേരുവാനൊക്കെ യോഗമുള്ള ഒരു മാസമാണ് ഈ മാസം. എപ്പോഴും അധിക സാഹസികമായ കാര്യങ്ങളിൽ ഏർപ്പെടാതെ പ്രത്യേകം ശ്രദ്ധിക്കണം. പ്രത്യേകിച്ച് മിലിറ്ററി ഓഫീസേഴ്സ്, സെക്യൂരിറ്റി വിഭാഗത്തിൽ ജോലി ചെയ്യുന്നവരെ, പോലീസുകാര്, ഇലക്ട്രോണിക്കൽ സംബന്ധമായിട്ട്, അതായത് ഇലക്ട്രിക്കൽ ലൈനിലൊക്കെ വർക്ക് ചെയ്യുന്ന ധാരാളം ആൾക്കാരുണ്ട്. അത് ജലയാത്ര ചെയ്യുന്നതും കഴിവതും ഒഴിവാക്കുക. ചൊവ്വ ശനിയെ പരസ്പരം പൂർണ്ണ ദൃഷ്ടി ചെയ്യുന്നതിനാൽ പലതരത്തിലുമുള്ള സ്ഫോടനാത്മകതയും പ്രകൃതിക്ഷോഭവും, നനച്ചിരിക്കാത്ത സമയത്ത് പ്രകൃതിക്ഷോഭവും, മനസ്സിൽ ചില കോളിളക്കം മൂലം ദേഷ്യം ഉണ്ടാവുകയും ഒക്കെ വന്നു ചേരുവാൻ സൂചനയുള്ളതിനാൽ വളരെ ശ്രദ്ധയും ക്ഷമയും ഒക്കെ ഏത് കാര്യത്തിലായാലും അനിവാര്യമാണ്. കടങ്ങളൊക്കെ വീടുന്നതിനൊക്കെ നല്ല അവസരങ്ങൾ വന്നു ചേരും. അതുപോലെ തന്നെ മെഡിക്കൽ രംഗത്ത് ജോലി ചെയ്യുന്നവരായാലും, അധ്യാപന രംഗത്ത് ജോലി ചെയ്യുന്നവരായാലും, മറ്റ് ഗവൺമെന്റ്
ഓഫീസുകളിൽ ജോലി ചെയ്യുന്നവരോ വ്യാപാരങ്ങളിലൊക്കെ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് തൊഴിൽ സ്ഥാനാധിപന്റെ സ്ഥിതി കൊണ്ടും അനുകൂലമായി വരുന്ന ഒരു മാസമാണ്. അത് നിയമപരമായ പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ വിട്ടുപോകുന്നതിനും ഒക്കെ അനുകൂലമാണ്. അതുപോലെ തന്നെ ഒരു ഓട്ടോറിക്ഷ ഓടിക്കുന്ന തൊഴിലാളിയായാലും ഒരു ഹോം നേഴ്സായിട്ട് ജോലി ചെയ്യുന്നവരായാലും ഷെയർ മാർക്കറ്റിംഗ് മറ്റ് ഗ്രൂപ്പ് ബിസിനസ്സുകളൊക്കെ ചെയ്യുന്നവർക്കും വിജയങ്ങൾ വന്നു ചേരുവാൻ യോഗമുണ്ട്. കണ്ടകശനിയൊക്കെ ഉണ്ട്. അതിന് ശനി പ്രീതികരമായ കാര്യങ്ങൾ, ശാസ്താവിന് നീരാഞ്ജനം കഴിക്കുകയോ തടസ്സങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതിന് ഗണപതി ഹോമം വഴിപാടുകളൊക്കെ ചെയ്യുക, ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്ര ദർശനം നടത്തി പ്രാർത്ഥിക്കുന്നതും നാഗരാജാവിന് മഞ്ഞൾപ്പൊടിയൊക്കെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നതും കാര്യങ്ങളുടെ തടസ്സങ്ങൾ മാറുന്നതിനും വിജയം വന്നു ചേരുവാനും നല്ലതാണ്. എല്ലാവർക്കും നന്മ വരുവാനായിട്ട് പ്രാർത്ഥിക്കും.